കമ്പനിയുടെയാണ്. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചുകൂടെ വില കുറവുണ്ട്. ഇതൊരു ഏകദേശം നമുക്കെല്ലാം പറയാം ഒരു 1600-1700 രൂപ റേഞ്ചിൽ വരും. അപ്പോൾ ഇത് എങ്ങനെ പിടിപ്പിക്കണേ എന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ നമുക്ക് നീളം ഒരു 10 അടി കിട്ടുമല്ലോ. ഇതാണ് അതിൻ്റെ ഇത്ര നീളം, ഒരു ഹൈറ്റ് 10 അടി കിട്ടും നമുക്ക്. അഡ്ജസ്റ്റബിളാണ്. ഇവിടെ താഴെ അതിൻ്റെ സിസ്റ്റമൊക്കെ. അപ്പോൾ ഇത് എങ്ങനെ പിടിപ്പിക്കേണ്ടത് അതൊന്ന് ഇന്ന് കാണിച്ചു തരാം. നോക്കിയോ. ആദ്യമേ അതിൻ്റെ ഇത് എടുക്കുക. എടുത്തിട്ട് ഈ കറക്റ്റ് തുള വെച്ച് നമുക്ക് അതിൻ്റെ 3 നട്ട് വരുന്നുണ്ട്. ആ 3 നട്ട് ബോൾട്ട് ഇടാം. പിന്നെ ഇത് മറ്റതിൻ്റെ കാലം ഇച്ചിരി വില കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ ഇതേ തന്നെ എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ പിടിപ്പിക്കേണ്ടത്. ഈ 3 ബോൾട്ട് നീളമുള്ളത് 3ഉം ഇവിടെ തന്നെ വരും. ഇതാണ് അതിൻ്റെ അടുത്ത സൈഡ്. ഈ 3 നീളമുള്ള ബോൾട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ വാല് കൂടെ കിട്ടുന്നുണ്ട്. അത് പിടിപ്പിക്കാനായി എവിടെ നിന്ന് പറഞ്ഞാൽ ഇത് ക്ലിയറായിട്ട് നോക്കിയോ. ഇതിൻ്റെ താഴെയൊന്നുമല്ല, ഇത് നമുക്ക് ഈ ബ്ലേറ്റിൻ്റെ അടുത്ത സൈഡിൽ ഒരു ബോൾട്ട് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇത് ആദ്യമേ നമുക്ക് ഈ നട്ടുണ്ടല്ലോ, അതിൻ്റെ ഇച്ചിരി ഒരു നട്ട് ഉണ്ട്. അപ്പോൾ ആ നട്ട് നമുക്ക് ഈ താഴ്ന്ന് ഇങ്ങനെ ഇടണം. പിന്നെ ഈ വാല് ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ സൈഡായിരിക്കും ഇവിടെ ഇങ്ങനെ വെച്ച് ഈ ബോൾട്ട് താഴ്ന്ന് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ നട്ടുണ്ട്, ആ നട്ട് ഇട്ടാൽ മതി. ഇട്ടിട്ട് മുറിക്കുക. പിന്നെ ഇതിൻ്റെ കൺട്രോൾ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ വള്ളിയാണോ അതിൻ്റെ കൺട്രോള്. ഈ വള്ളി നമ്മുടെ താഴത്തേക്ക് ഒരു 10 അടി നീളമുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിച്ച ഇതാണ് ഇവിടെ മുറിക്കാൻ പറ്റും. ഈ സാധനം ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. ഈ വള്ളി വെച്ച് വള്ളിയുടെ ഒരു 10 അടി ഹൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വള്ളി പൊട്ടിപ്പോയാൽ വേറെ വള്ളി ഇടാം. ടയർ